കൊച്ചിലെ ഞാൻ ആദ്യം പഠിച്ച മലയാളം വാക്കുകളിൽ രണ്ടുണ്ട്, അഹങ്കാരിയും തന്തിയേടിയും. എൻ്റെ മമ്മീനെ എപ്പോഴും അഹങ്കാരിനും തന്തിയേടിയെന്നും ആളുകൾ വിളിച്ചിട്ടുണ്ട്. ആസ് ഐ ഗ്രൂ ഓൾഡ് എന്നെയും അത് വിളിച്ചിട്ടുണ്ട്. പക്ഷേ വീട്ടിലെ അപ്ബ്രിങ്ങിങ് കാരണം ഐ നെവർ ഫെൽ ബാഡ് അബൌട്ട് ഇറ്റ്. ഞാനതൊരു കോംപ്ലിമെൻ്റായിട്ട് എടുത്തു. ഒരു സമയം വന്ന് ഞാൻ ആളുകളോട് പറയുന്നത് ഞാൻ അഹങ്കാരിയും തന്തിയേടിയും മാത്രമല്ല, ഞാൻ കാന്താരിയാണ്, ഞാൻ മരം കയറിയുമാണ്. പക്ഷേ Parvati, you spoke about influences outside and listening to podcasts and things like that. But tell us though about the influences at home. കോഴിക്കോടാണ് ജനിച്ച് വളർന്നത്. പക്ഷേ അച്ഛനിങ്ങനെ ട്രാൻസ്ഫർ ആയപ്പം ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കേന്ദ്രീയ വിദ്യാലയയിലാണ് സ്കൂളിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ നിന്ന് ഒരുപാട് ഒരു ദൂരത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഹിന്ദിയും ഇംഗ്ലീഷും മാത്രം സംസാരിച്ച് ഒരു 17-18 വയസ്സ് വരെ. അപ്പോഴാണ് കിരൺ ടി വിയിൽ എനിക്ക് ഒരു ജോബ് കിട്ടുന്നത്. സ്കൂളിൽ കോളേജിൽ രാവിലെ പോകും, വൈകുന്നേരം വന്ന് നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞ ഷോ ഞാൻ പ്രസൻറ്റ് ചെയ്യും. ആദ്യത്തെ ഇൻ്റർവ്യൂ നമ്മുടെ ചിത്ര ചേച്ചീനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ. എനിക്ക് ലൈവ് ടി വിയിൽ സംഗീത സംവിധായകൻ എന്ന് പറയാൻ പറ്റുന്നില്ല, ലൈവാണ്. എന്നിട്ട് ചേച്ചി എൻ്റെ കൈ പിടിച്ചിട്ട് സംഗീത സംവിധായകൻ എന്ന് പറഞ്ഞു തന്ന് ഭയങ്കര എംബാരസിങ് ബിഗിനിങ് ടു മൈ കരിയർ അറ്റ് ദ ടൈം. എനിക്ക് അച്ഛനും അമ്മയും, നമ്മളൊരു ന്യൂക്ലിയർ കുടുംബം, കോഴിക്കോടാണ് വീടെങ്കിൽ നമ്മൾ ഒരുപാട് മൂവ് അറൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്ത് സ്ട്രോക്ക് ഓഫ് ലക്കാണെന്ന് എനിക്കറിയില്ല. മൈ പേരൻസ്, obviously I think a lot of us say our parents are the best parents. Some lucky ones do that. അവർക്ക്, എനിക്ക് തോന്നുന്നു അവർക്ക് അറിയില്ല, അവർക്ക് ആ മെമ്മോ കിട്ടിയില്ല എങ്ങനെ പിടിച്ചു വെക്കണം കുട്ടികളെ, എങ്ങനെ ലിമിറ്റ് ചെയ്യണം. അവർ ആ ക്ലാസ്സിൽ പോയില്ല എന്ന് തോന്നുന്നു. അവർക്ക് എന്താ, ഞാൻ എന്ത് തരം ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ പേടിച്ചൊക്കെ പോകും. എൻ്റെ ചില ചോദ്യങ്ങൾ കേൾക്കുമ്പം എനിക്കൊന്നും അറിയില്ല അമ്മണി എന്ന് പറയും. അമ്മണി എന്നാണ് വീട്ടിൽ വിളിക്കുക. എനിക്കൊന്നും അറിയില്ല അമ്മണി എന്ന് പറയും. പക്ഷെ അതല്ലാതെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ, എങ്ങനെയൊക്കെ എൻ്റെ മനസ്സ് മാറ്റിയില്ല ഇത് ചെയ്യാം അല്ലെങ്കിൽ ആ കോഴ്സ് ചെയ്യാം, അല്ല എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ദേ വർ ലൈക്ക് ഓക്കെ. പക്ഷെ അങ്ങനെയല്ല ഞാൻ കൂടുതലും ഭൂരിപക്ഷം കണ്ടുവന്നിട്ടുള്ള എക്സ്റ്റെൻഡഡ് ഫാമിലി ആയാലും ഫ്രണ്ട്സിൻ്റെ ഫാമിലീസിലൊക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഗോട്ട് വെരി ലക്കി. അതുകൊണ്ട് ഈ ഒരു പിടിച്ചുവെക്കലില്ലാത്തത് കൊണ്ട് എനിക്ക് ഒരുപാട് തരം പുസ്തകങ്ങൾ വായിക്കാൻ പറ്റി. ഒരുപാട് പണ്ട് ഇൻ്റർനെറ്റ് കഫേസിലൊക്കെ പോയിട്ട് സ്ട്രീം ചെയ്ത് കാണുന്ന സമയത്താണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഇൻസൈഡ് ദി ആക്ടേഴ്സ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ജെയിംസ് ലിപ്റ്റൻ്റെ ഒരു സീരീസ് ഉണ്ട്. അതിൽ കേറ്റ് ബ്ലാൻഷെറ്റും ജോഡി ഫോസ്റ്ററൊക്കെ ഈ അഭിനയത്തിനെ പറ്റി സംസാരിക്കും. അവർ അത് വളരെ ആന്ത്രോപോളജിക്കലായിട്ടാണ് സംസാരിക്കുക. അതായത് ഇത് മനുഷ്യന്മാരെ പഠിക്കുന്ന ഒരു കലയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിൽ അത് ആദ്യമായിട്ട് ആ ഒരു ഇത് വന്നത്. സോ എൻ്റെ ഇനീഷ്യൽ ഇൻഫ്ലുവൻസസ് കൂടുതലും നടീനടന്മാർ തന്നെയായിരുന്നു. അതേപോലെ നസുറുദ്ദീൻ ഷാൻ്റെ ഇൻ്റർവ്യൂസൊക്കെ, ഇതൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പാണ്. പക്ഷേ ഒരു വലിയൊരു സംഭവം ഉള്ളത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സും ഇൻഫിനിറ്റ് ജസ്റ്റിസ്, ആൽജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ് ഒക്കെ വായിച്ച സമയത്താണ് ഞാനൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ തന്നെ അരുന്ധതി റോയിനെ കാണുന്നത്. അപ്പം അവരുടെ ഭാഷയും സംസാരിക്കുന്ന രീതിയും ചോദ്യം ചോദിക്കുന്നതിൽ അതിലൊരു വേറെ ഡിബേറ്റ് ഇല്ല. ഓഫ് കോഴ്സ് ചോദ്യം ചോദിക്കും എന്നുള്ള ആ ഒരു നമ്മളുടെ ഉള്ളിലുള്ളൊരു ബോധ്യം ഉണ്ടല്ലോ, എൻ്റെ ഒരു അവകാശമാണ് ഇത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് എൻ്റെ ഇനീഷ്യൽ ഇൻഫ്ലുവൻസസ് ഇൻ ടേംസ് ഓഫ് ലിറ്ററേച്ചർ. പിന്നെ ആലിസ് വാക്കർ, അതും ഫസ്റ്റ് ഇയർ ഓഫ് കോളേജാണ്. ബൈ ദ ലൈറ്റ് ഓഫ് മൈ ഫാദേഴ്സ് സ്മൈൽ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. കളർ പേർപ്പിളാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുസ്തകം വാക്കറിൻ്റെ. പക്ഷേ ഈ ബൈ ദ ലൈറ്റ് ഓഫ് മൈ ഫാദേഴ്സ് സ്മൈലിലുള്ളൊരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. ഒരു സിവിലൈസേഷൻ, ഒരു പെർട്ടിക്കുലർ ട്രൈബിൻ്റെ ഒരു കൾച്ചറൊക്കെ ഉണ്ട്, സ്ത്രീകളെ കാണുന്ന രീതിയും അതിൽ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ. അതെന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്ന ആ ഒരു ഇനീഷ്യൽ 16, 17, 18 ഇയേഴ്സിൽ ബിഫോർ ഐ ബിക്കെയിം ആൻ ആക്ടർ, it was like wearing glasses. Like I wore the Arundhati Roy glasses, I wore the Jodie Foster glasses, and then I saw everything through that. അതൊക്കെയാണ് എൻ്റെ ഇനീഷ്യൽ ഇൻഫ്ലുവൻസസ്. മൈ പേരൻസ് അങ്ങനെ ഒരുപാട് വായിക്കുന്ന ശീലമുള്ള ആൾക്കാരായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആയതിനു ശേഷമാണ് അതെനിക്ക് വന്നത്.